നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ റിജുരാമൻ. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവ്വത്തിലെ ഉപാധ്യായമായിട്ടുള്ള രാമോപാഖ്യാന പർവ്വം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മഹാഭാരതത്തിൽ രാമായണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യുധിഷ്ഠിരൻ വനവാസത്തിൻ്റെ ഇടയിൽ പല സമയത്തും അതിഭയങ്കരമായിട്ടുള്ള വിഷാദത്തിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് പല പല മുനീശ്വരന്മാർ വന്നിട്ട് യുധിഷ്ഠിരനെ പല കഥകളും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വനവാസം ഏകദേശം അവസാനിക്കാറായ സമയത്ത് യുധിഷ്ഠിരൻ വീണ്ടും വിഷാദത്തിലേക്ക് പോവുകയും ആ സമയത്ത് മാർക്കണ്ഡേയ മഹർഷി വന്നിട്ട് നിന്നെക്കഴിഞ്ഞും കൂടുതൽ വിഷമം അനുഭവിച്ചിട്ടുള്ള ഒരു രാജാവിൻ്റെ കഥ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ രാമായണം വ്യാസമഹർഷി അവതരിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണോ വ്യാസമഹർഷി ഇതിൽ പറഞ്ഞിട്ടുള്ളത്, രാമായണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥകളാണ്. അപ്പോൾ അതിൽ നിന്നും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ വ്യാസഭഗവാൻ എങ്ങനെയാണോ എഴുതിയിട്ടുള്ളത്, അത് വിദ്വാൻ കെ പ്രകാശം എങ്ങനെയാണോ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്, അതേ രീതിയിൽ തന്നെയാണ് ഞാനിവിടെ അത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ രാമൻ്റെയും രാവണൻ്റെയും ഒക്കെ ജനനത്തെക്കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു, സീതാദേവിയുടെ ജനനത്തെക്കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ കഥകൾ വിശദമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇതിനെ തൊട്ടു മുമ്പുള്ള കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്. മാർക്കണ്ഡേയ മഹർഷി കഥ തുടരുകയാണ്. രാവണൻ്റെ ദശഗ്രീവൻ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ദശഗ്രീവൻ്റെ അതിഭയങ്കരമായിട്ടുള്ള ദുഷ്ടപ്രവൃത്തികൾ സഹിക്കാൻ വയ്യാതെ ദേവന്മാരെല്ലാവരും കൂടി ബ്രഹ്മാവിനെ കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ദശഗ്രീവനെ കൊണ്ട് സജ്ജനങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങ് കൊടുത്ത വരപ്രാപ്തി കാരണം ദേവന്മാർക്കും ഒന്നും അവനെ വധിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം അങ്ങ് കാണണം എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ബ്രഹ്മാവ് ഇന്ദ്രനോട് പറഞ്ഞു, നീ പേടിക്കണ്ട, അവനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾ ആ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അയോധ്യയിൽ ദശരഥപുത്രനായിട്ട് രാമൻ ജനിച്ചു കഴിഞ്ഞു. ഇനി രാമന് ആവശ്യമായിട്ടുള്ള സൈന്യം അവിടെ ഉണ്ടാവണം രാവണനുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങൾ അഗ്നിയിരിക്കെ ഇന്ദ്രനോട് ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഭൂമിയിലേക്ക് പോയി അവിടെ കരടികളുടെയും വാനരന്മാരുടെയും മക്കളായിട്ട് അവിടെ ഭൂമിയിലേക്ക് വരണം. നിങ്ങളായിരിക്കണം യുദ്ധത്തിൽ ഭഗവാനെ സേവിക്കേണ്ട ആൾക്കാർ. ബ്രഹ്മാവ് പറഞ്ഞു കേട്ടിട്ട് ദേവന്മാരെല്ലാവരും കൂടെ ആലോചിച്ചിട്ട് ഏതൊക്കെ അംശങ്ങളും ഉപാംശങ്ങളുമായിട്ട് എവിടെയൊക്കെ ജനിക്കണം എന്നുള്ള കാര്യങ്ങളിൽ അവർ തീരുമാനമായി. ആ സമയത്ത് ബ്രഹ്മാവ് ഗന്ധർവസ്ത്രീയായിട്ടുള്ള ദുന്ദുഭി എന്ന് പറയുന്ന അപ്സരസിനെ വിളിച്ചിട്ട്, നീയെ മർത്യകുലത്തിൽ പോയിട്ട് ആ യുദ്ധകാര്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നീയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ മന്ധരയായിട്ട് ഭൂമിയിൽ ജനിച്ചിട്ട് അയോധ്യയിലേക്ക് എത്തിച്ചേർന്ന് അവിടുത്തെ അന്തപുരത്തിൽ തോഴിയായിട്ട് കഴിയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ദേവന്മാരെല്ലാവരും ശക്തരായിട്ടുള്ള വാനരന്മാരും കരടികളും ഒക്കെ ആയിട്ടാണ് ഭൂമിയിലേക്ക് ജന്മം കൊണ്ടത്. ഇവർക്കെല്ലാവർക്കും അത്ഭുതകരമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള കഴിവുകളുള്ള ആൾക്കാരായിരുന്നു. ചിലർക്ക് പർവ്വതങ്ങളൊക്കെ മൂടോടെ പറിച്ചെടുത്തിട്ട് അടിക്കാനും എറിയാനും ഒക്കെയുള്ള അത്രയും ശക്തിയുള്ളവരായിരുന്നു. ഈ വാനരന്മാരെല്ലാവരും 10,000 ആനകളുടെ ശക്തിയുള്ളവരായിരുന്നു. അവർക്ക് വലിയ പാറകൾ കൊണ്ട് യുദ്ധം ചെയ്യാനും വൃക്ഷങ്ങളൊക്കെ പറിച്ചിട്ട് അടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാനും ഒക്കെയുള്ള അമാനുഷികമായിട്ടുള്ള കഴിവുള്ളവരായിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം വലിയൊരു വാനര പടയായിട്ട് അവിടെ കഴിയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ മാർക്കണ്ഡേയ മഹർഷിയോട് ചോദിച്ചു, ഭഗവാനെ, രാജകുമാരനായിട്ടുള്ള രാമൻ എങ്ങനെയാണ് കാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇടവന്നത്? ആ കാര്യങ്ങളെല്ലാം അങ്ങ് എനിക്ക് വിശദമായിട്ട് ഒന്ന് പറഞ്ഞു തരണം. ഇത് കേട്ടിട്ട് മാർക്കണ്ഡേയം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ദശരഥൻ തനിക്ക് ഉണ്ണികൾ പിറന്നു കഴിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷവാനായി തീർന്നു. തൻ്റെ മക്കളായിട്ടുള്ള രാമനെ, ലക്ഷ്മണനെയും ഭരതനെയും ശത്രുഘ്നെയും അദ്ദേഹം വേദങ്ങളിലും ആയുധ വിദ്യകളിലുമൊക്കെ അങ്ങേയറ്റം കഴിവുള്ളവരാക്കിയിട്ടാണ് അദ്ദേഹം വളർത്തിക്കൊണ്ടിരുന്നത്. അവരിലെ മൂത്തവനായിട്ടുള്ള രാമൻ അവൻ എല്ലാവരുടെയും മനം കവർന്നിരുന്നു. വിഷ്ണു ചൈതന്യത്തോടു കൂടിയിട്ട് ജനിച്ച രാമൻ അവൻ്റെ ശരീരപ്രകൃതി കൊണ്ട് തന്നെ എല്ലാവരാലും ആകർഷിക്കപ്പെട്ടിരുന്നു. വളരെ വിടർന്ന കണ്ണുകളും അതിനോടൊപ്പം തന്നെ തടിച്ചുരുണ്ട കൈകളും പിരിഞ്ഞ മാറിടവും ഒതുങ്ങിയ അരക്കെട്ടും ആനയെപ്പോലെയുള്ള അവൻ്റെ നടപ്പും ഇരുണ്ട ചുരുണ്ട മുടിയും അങ്ങനെ എല്ലാം കൂടി പൗരുഷത്തിൻ്റെ വലിയൊരു പ്രതീകമായിട്ടാണ് രാമൻ വളർന്നു വന്നുകൊണ്ടിരുന്നത്. തൻ്റെ അനുജന്മാർക്കെല്ലാം നേതാവായിട്ടായിരുന്നു രാമൻ ജീവിച്ചിരുന്നത്. രാമൻ്റെ വാക്കുകൾ ഈശ്വരനെ അനുസരിക്കുന്നത് പോലെ അനുജന്മാരെല്ലാവരും അനുസരിച്ചിരുന്നു. തൻ്റെ അനന്തരാവകാശിയായിട്ട് രാമനെ വാഴിക്കാൻ വേണ്ടിയിട്ട് ദശരഥ രാജാവ് തീരുമാനിച്ചു. അങ്ങനെ പുരോഹിതന്മാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം ശ്രീരാമൻ്റെ പട്ടാഭിഷേകം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മുഹൂർത്തം തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. രാജാവ് പുരോഹിതന്മാരെ എല്ലാവരെയും കൂട്ടി പൂയം നാളിൽ ശ്രീരാമനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തി. ഈ സമയത്ത് മന്ധര തൻ്റെ ജന്മദൗത്യവുമായിട്ട് കൈകേയിയുടെ അടുത്തിരുന്നിട്ട് പറഞ്ഞു, നിനക്ക് എന്തൊരു ദൗർഭാഗ്യമാണ്, നിൻ്റെ കൂട്ടത്തിലുള്ള കൗസല്യ ഇപ്പോൾ മഹാരാജ്ഞിയാകാൻ പോവുകയാണ്. അവളാണ് ഇനി മഹാരാജാവിൻ്റെ അമ്മയെന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. നീ ഇനി ഇവിടെ ദാസിയെപ്പോലെ തന്നെ കഴിയേണ്ടി വരും. ഈ സമയത്ത് നീ നിനക്ക് കിട്ടിയിട്ടുള്ള വരങ്ങളൊക്കെ ഉപയോഗിക്കേണ്ട ഒരു സമയമാണ്.
കൈകേയിയുടെ മനസ്സിൽ മന്ധര വിഷം കുത്തിവെച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ അതുവരെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നിരുന്ന അതുവരെ ഒരു ആഗ്രഹവും ഉണ്ടാകാതിരുന്ന കൈകേയിയുടെ മനസ്സിൽ പ്രശസ്തിയെക്കുറിച്ചിട്ടൊക്കെയുള്ള ചിന്ത വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ അവൾ ദശരഥ മഹാരാജാവിനെ വിളിച്ചു വരുത്തിയിട്ട് പണ്ട് ദശരഥ മഹാരാജാവ് യുദ്ധത്തിന് പോയ സമയത്ത് കൈകേയിയും കൂട്ടത്തിൽ കൊണ്ടുപോയി. ആ സമയത്ത് ഒരു ആപത്തിൽ നിന്നും ദശരഥനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ദശരഥൻ വരങ്ങൾ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് 3 വരങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈകേയി രാത്രിയിൽ തന്നെ ദശരഥൻ്റെ അടുത്ത് നിന്നിട്ട് അദ്ദേഹത്തിനോട് അപേക്ഷിച്ചു, അങ്ങനെ എനിക്ക് 3 വരങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ വരങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ മനസ്സിൽ ഒരു ദുഷ്ചിന്തയും ഇല്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ദശരഥ മഹാരാജാവ് വരങ്ങൾ എന്താണ് വേണമെങ്കിലും ചോദിച്ചോളാൻ തൻ്റെ ധർമ്മപത്നിയായിട്ടുള്ള കൈകേയിയോട് പറഞ്ഞു. അപ്പോൾ കൈകേയി പെട്ടെന്ന് പറഞ്ഞു, ശ്രീരാമന് പകരം ഭരതൻ പട്ടാഭിഷേകത്തിനിരിക്കണം. ശ്രീരാമന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പട്ടാഭിഷേകത്തിൻ്റെ ഒരുക്കങ്ങളിൽ ഭരതൻ രാജാവാകട്ടെ. ശ്രീരാമൻ 14 വർഷത്തേക്ക് കാട്ടിലേക്ക് പോകട്ടെ. ഇതാണ് കൈകേയി ദശരഥനോട് ചോദിച്ച വരം. മാർക്കണ്ഡേയൻ കഥ തുടരുകയാണ്. ഇത്ര കഠോരമായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ട് ദശരഥൻ ഒന്നും മിണ്ടിയില്ല. താൻ ഭാര്യയ്ക്ക് കൊടുത്തിട്ടുള്ള വാക്കാണ്, അത് പാലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിവൃത്തിയില്ല. പക്ഷേ തൻ്റെ പൊന്നോമന പുത്രനെ രാജാവാക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, അവനെ കാട്ടിലേക്ക് പറഞ്ഞു വിടേണ്ട ഗതികേടിലുമാണ്. ഹൃദയം തകർന്നിട്ട് ദശരഥ മഹാരാജാവ് ഒന്നും മിണ്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. കാര്യങ്ങൾ അറിഞ്ഞിട്ട് ശ്രീരാമൻ സ്വയം അച്ഛൻ്റെ വാക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വയം കാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി. ശ്രീരാമൻ കാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായിട്ടുള്ള സീതാദേവിയും അനുജനായിട്ടുള്ള ലക്ഷ്മണനും അദ്ദേഹത്തിനെ അനുഗമിച്ചു. ശ്രീരാമൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ദുഃഖം സഹിക്കാൻ വയ്യാതെ ദശരഥൻ കാലഗതി കൂടി. ഇവിടെ രാമായണത്തിലെ കഥ വളരെ വേഗത്തിലാണ് വ്യാസഭഗവാൻ മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. യുധിഷ്ഠിരൻ്റെ ദുഃഖം മാറ്റാൻ വേണ്ടിയിട്ട് രാമൻ എന്ന് പറയുന്ന അവതാരപുരുഷന് പോലും ദുഃഖം അനുഭവിക്കേണ്ടി വന്നു എന്നുള്ള സത്യം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ ചുരുക്കിയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. രാവണൻ ലക്ഷ്മണനും സീതയും ഒപ്പം കാട്ടിലേക്ക് പോവുകയും ദശരഥ മഹാരാജാവ് മരിക്കുകയും ചെയ്ത സമയത്ത് കൈകേയി തൻ്റെ പുത്രനായിട്ടുള്ള ഭരതനെ രാജ്യത്തിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് രാജ്യഭാരം ഏൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇത് കേട്ടിട്ട് കഥകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രാമൻ അതീവ ദുഃഖിതനും അമ്മയോട് അതീവമായിട്ടുള്ള കോപവുമാണ് ഉണ്ടായത്. അങ്ങനെ തനിക്ക് ഈ രാജ്യം വേണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രീരാമനെ തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് അമ്മയെയും തൻ്റെ അമ്മമാരെയും മുമ്പിൽ നടത്തി കുലഗുരുവായിട്ടുള്ള വസിഷ്ഠനെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം രാമനെ കാണാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്നിട്ട് ശ്രീരാം ഭഗവാനെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കാൻ വേണ്ടിയിട്ട് മാപ്പ് പറഞ്ഞുകൊണ്ട്, അമ്മയ്ക്ക് വേണ്ടിയിട്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഭരതൻ തിരിച്ചു വരണമെന്നും രാജ്യഭാരം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ശ്രീരാമനോട് അപേക്ഷിച്ചു. പക്ഷേ അച്ഛൻ്റെ വാക്ക് പാലിക്കാതെ താൻ തിരിച്ച് രാജ്യത്തിലേക്കില്ല എന്ന് പറഞ്ഞിട്ട് വളരെയധികം ശ്രമപ്പെട്ട് ഭരതനെ സമാധാനിപ്പിച്ച് വരുന്നതുവരെ രാജ്യം നോക്കണം എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചു. അപ്പോൾ ഭരതൻ മനസ്സോട് കൂടിയിട്ടാണ് തിരിച്ചു പോയത്. അവിടെ ചെന്നിട്ട് അദ്ദേഹം തിരിച്ച് തൻ്റെ രാജ്യ കൊട്ടാരത്തിലേക്ക് കടന്നില്ല. പാദത്തിൽ അണിയിച്ച ഒരു മെതിയടി കൊണ്ടുവന്നിട്ട്, ഒരു പാതകം കൊണ്ടുവന്നിട്ട് അത് അവിടെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് കൊട്ടാരത്തിലേക്ക് കടക്കാതെ തൊട്ടടുത്തുള്ള ഗ്രാമമായിട്ടുള്ള നന്ദഗ്രാമത്തിൽ ഇരുന്നുകൊണ്ടാണ് ഭരതൻ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. തന്നെ കാണാൻ വേണ്ടിയിട്ട് ജനങ്ങളെല്ലാം ഒഴുകി കാട്ടിലേക്ക് വരുന്നത് കണ്ടിട്ട് ശ്രീരാമൻ അവിടെ നിന്ന് മാറാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ കൂട്ടത്തിലുള്ള എല്ലാവരും ഉറങ്ങിക്കിടന്ന സമയത്ത് അദ്ദേഹം കാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു. ശരഭംഗാശ്രമത്തിൽ കയറി അവിടെ ശരഭംഗനെ സൽക്കരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് അദ്ദേഹം ദണ്ഡകാരണ്യം എന്ന് പറയുന്ന കൊടുംവനത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ ഗോദാവരി തീരത്ത് അവർ ആശ്രമം കെട്ടി താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് ശൂർപ്പണഖയ്ക്ക് ശ്രീരാമനോട് കാമം തോന്നി. അത് കാരണം ഖരന് ശ്രീരാമനോട് അതിഭയങ്കരമായിട്ടുള്ള വൈരാഗ്യം ഉണ്ടാവുകയും ചെയ്തു. ശ്രീരാമൻ ഖരനെയും അതിനോടൊപ്പം തന്നെ അവൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന 14,000 രാക്ഷസന്മാരെയും അവിടെ വെച്ച് കൊന്നൊടുക്കി. അതിനുശേഷം ലക്ഷ്മണനാൽ മൂക്കും ചുണ്ടുമൊക്കെ മുറിച്ചു മാറ്റപ്പെട്ട ശൂർപ്പണഖ നിലവിളിച്ചുകൊണ്ട് ലങ്കയിലെത്തി രാവണനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വികൃത രൂപയായിട്ട് തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നതിൻ്റെ സഹോദരിയെ കണ്ടിട്ട് രാവണൻ അതിക്രോധത്തോടു കൂടിയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ആ സമയത്ത് ചോര പറ്റിപ്പിടിച്ചിരിക്കുന്നതിൻ്റെ മുഖവുമായിട്ട് ശൂർപ്പണഖ രാവണനോട് നടന്ന കഥകളെല്ലാം പറഞ്ഞു. ഇത് കേട്ടിട്ട് അതിബലവാനായിട്ടുള്ള രാവണൻ്റെ ശരീരത്തിൽ നിന്നും കോപം കാരണം അഗ്നിജാലകളൊക്കെ പുറത്തേക്ക് വമിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. എങ്ങനെയും ശ്രീരാമനെ നശിപ്പിക്കണം എന്നുള്ള ചിന്ത അവൻ്റെ മനസ്സിൽ അതിഭയങ്കരമായിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. തൻ്റെ സഹോദരിയെ ഉപദ്രവിച്ചവരോട് പ്രതികാരം ചെയ്യണം എന്നുള്ള ചിന്തയുമായിട്ട് രാവണൻ ആകാശത്തിലൂടെ ഉയർന്ന് കടൽ കടന്നിട്ട് ഗോകർണത്തിൽ എത്തിച്ചേർന്നു. ആ പ്രദേശം ഭഗവാൻ ശിവന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ്. അവിടെ തൻ്റെ മുൻ മന്ത്രിയായിട്ടുള്ള മാരീചൻ തപസ്സിലിരിക്കുന്നത് രാവണൻ കണ്ടു. മാർക്കണ്ഡേയൻ കഥ തുടരുകയാണ്. മാരീചൻ രാവണനെ കണ്ടതോടുകൂടിയിട്ട് വല്ലാതെ ഒന്ന് പരിഭ്രമിച്ചു. കാരണം രാവണൻ വന്നത് ഒട്ടിന് നല്ലതല്ല എന്നുള്ള കാര്യം മാരീചന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം തൻ്റെ മുൻ രാജാവായിരുന്ന ദശഗ്രീവനോട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, അങ്ങേക്ക് സുഖം തന്നെയല്ലേ എന്നൊക്കെയുള്ള കുശലാന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ട് ഫലമൂലാദികളൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തിനെ സത്കരിച്ചു. ആ സമയത്ത് വളരെ ക്രോധത്തോടു കൂടിയിട്ട് രാവണൻ ശ്രീരാമാദികളുടെ ക്രൂരകൃത്യങ്ങളെക്കുറിച്ചിട്ട്
ശൂർപ്പണഖയോട് ചെയ്ത ക്രൂരകൃത്യങ്ങളെക്കുറിച്ചിട്ട് മാരീചനോട് വിശദമായിട്ട് പറഞ്ഞു. ഇത് കേട്ടിട്ട് മാരീചൻ രാവണനെ ഒന്ന് ഉപദേശിക്കാൻ ശ്രമിച്ചു. പറഞ്ഞു, ഇടൂ രാവണ, താൻ ഒരു കാരണവശാലും ശ്രീരാമനോട് എതിർക്കാൻ വേണ്ടിയിട്ട് പോവരുത്. അവൻ്റെ വീര്യം എന്താണെന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ്. അവൻ്റെ ശരങ്ങളുടെ വേഗം താങ്ങാൻ വേണ്ടിയിട്ട് കഴിവുള്ള ആരും ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്നില്ല. ഞാൻ സന്യാസത്തിലേക്ക് തിരിയാൻ തന്നെ കാരണം ആ മഹാത്മാവാണ്. ഏത് ദുരാത്മാവാണ് അങ്ങേ ഇങ്ങനെയൊരു നാശത്തിലേക്ക് പറഞ്ഞു വിട്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങ് ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലതെന്ന് മാരീചൻ രാവണനെ ഉപദേശിക്കാൻ ശ്രമിച്ചു നോക്കി. മാരീചൻ്റെ ഉപദേശം കേട്ടപ്പം രാവണന് അതിയായിട്ടുള്ള കോപം വന്നു. നീ എൻ്റെ വാക്കുകൾ അനുസരിക്കുന്നില്ലെങ്കിൽ നീ ഇപ്പോൾ തന്നെ മരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞു. ഇത് കേട്ടിട്ട് മാരീചൻ പറഞ്ഞു, അങ്ങയുടെ കൈകൊണ്ട് മരിക്കുന്നതിൽ നല്ലത് രാമൻ്റെ കൈകൊണ്ട് മരിക്കുന്നതാണ്. എനിക്ക് പുണ്യലോകം ലഭിക്കും. അതുകൊണ്ട് അങ്ങ് എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് പറഞ്ഞു തന്നാലും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാവണൻ പറഞ്ഞു, നീ ഒരു സ്വർണ്ണമാനിൻ്റെ രൂപം എടുത്തിട്ട് സീതയെ അവിടെ ചെന്നിട്ട് ആകർഷിക്കണം. ആ സമയത്ത് നിന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമൻ പുറകെ വരുന്ന സമയത്ത് ഞാനൊരു താപസൻ്റെ വേഷം കെട്ടി ചെന്നിട്ട് സീതയെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോകും. തൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ശ്രീരാമൻ സ്വയം ശരീരം വെടിഞ്ഞോളും. ഇതാണ് എൻ്റെ പദ്ധതി എന്ന് പറഞ്ഞു. രാവണൻ പറഞ്ഞത് കേട്ടിട്ട് മാരീചൻ സ്വന്തം മരണം ഉറപ്പിച്ചിട്ട് സ്വന്തമായിട്ട് തൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ ഉദകക്രിയകളൊക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്തിട്ട് ശ്രീരാമൻ്റെ ബാണത്താൽ മരിക്കാം എന്നുള്ള തീരുമാനവുമായിട്ട് രാവണൻ്റെ പുറകെ ഗോദാവരിയുടെ തീരത്ത് ഉള്ള ശ്രീരാമൻ താമസിക്കുന്ന ആശ്രമത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അവിടേക്ക് ചെല്ലുന്ന സമയത്ത് രാവണൻ തലയൊക്കെ മുട്ടയടിച്ചിട്ട് ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഭിഷുവിൻ്റെ വേഷത്തിലാണ് ആശ്രമത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിന്നത്. മാരീചൻ സ്വർണ്ണമാൻ്റെ രൂപത്തിൽ ചെന്നിട്ട് സീതയെ ആകർഷിച്ചു. വിധി പോലെ രാമനെ സീത ആ മാനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു. ലക്ഷ്മണനെ സീതയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചതിന് ശേഷം രാമൻ ആ മാനിൻ്റെ പിന്നാലെ പോയി. ആ മാനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ശ്രമിച്ചിട്ടും നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അത് സാധാരണക്കാരനായിട്ടുള്ള മാനല്ല, ഇതൊരു അസുരൻ വേഷം മാറി വന്നതാണെന്നുള്ള കാര്യം ശ്രീരാമന് മനസ്സിലായി. ശ്രീരാമൻ ഒരു അസ്ത്രം ചെയ്ത് മരിച്ചു വീഴുന്നതിന് മുമ്പായിട്ട് മാരീചൻ ലക്ഷ്മണ രക്ഷിക്കണേ, സീതയെ രക്ഷിക്കണേ എന്ന് രാമൻ്റെ ശബ്ദത്തിൽ ഉറക്കെ നിലവിളിച്ചു. എന്നിട്ട് ആ രാക്ഷസനെ അവിടെ ചത്തുമലിച്ച് വീണു. അപ്പോൾ ഈ ശബ്ദം ആശ്രമത്തിൽ സീതാദേവിയും ലക്ഷ്മണനും കേട്ടു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സീതാദേവിക്ക് ആകെ പരിഭ്രമമായി. പക്ഷേ ലക്ഷ്മണൻ ഭാവഭേദമൊന്നുമില്ലാതെ നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇത് കണ്ട് സീതാദേവിക്ക് അതിയായിട്ടുള്ള കോപം വന്നു. സീതാദേവി ലക്ഷ്മണനോട് പറഞ്ഞു, നീ എന്തിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്? നീ എത്രയും ചെന്നിട്ട് നിൻ്റെ ജ്യേഷ്ഠന് എന്താണ് ആപത്ത് പറ്റിയെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പം ലക്ഷ്മണൻ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠനെ ആപത്തിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ 3 ലോകത്തിലുള്ള ആർക്കും സാധ്യമല്ല. ഭവതി ഇവിടെ സ്വസ്ഥമായിട്ടിരിക്കും. കേട്ട് കഴിഞ്ഞപ്പോൾ സീതാദേവി അതിഭയങ്കരമായിട്ടുള്ള രീതിയിൽ ലക്ഷ്മണനോട് ദേഷ്യപ്പെടുകയും അപമാനിക്കുകയും ചെയ്തു. അങ്ങനെ അപമാനം സഹിക്കാൻ വയ്യാതെ ലക്ഷ്മണൻ സീതാദേവിയെ ആ കാട്ടിലാക്കിയിട്ട് തൻ്റെ ജ്യേഷ്ഠനെ അന്വേഷിച്ച് യാത്രയായി. ആ സമയത്ത് യതിയുടെ വേഷത്തിൽ നിന്നിരുന്ന രാവണൻ സീതയുടെ മുമ്പിലേക്ക് വന്നു. സീതാദേവിക്ക് അത് യഥാർത്ഥത്തിലുള്ള ഒരു ബ്രാഹ്മണനാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിനെ ആസനസ്ഥനാക്കി ഇരുത്തി അദ്ദേഹത്തിന് ഫലമൂലാദികളൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തിന് പാദപൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ഇത് കണ്ടിട്ടുള്ള രാവണൻ പെട്ടെന്ന് തന്നെ രൂപം മാറി തൻ്റെ ശരിയായിട്ടുള്ള രൂപത്തിലേക്ക് എത്തിയിട്ട് സീതയെ തൻ്റെ പാട്ടിലാക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. മാർക്കണ്ഡേയ മഹർഷി കഥ തുടരുകയാണ്. രാവണൻ സീതയോട് പറഞ്ഞു, സീതയെ, ഞാൻ ആരാന്ന് തനിക്കറിയാമോ? ഞാൻ വിശ്രവസിൻ്റെ മകനായിട്ടുള്ള അതിശക്തനായിട്ടുള്ള രാവണനാണ്. നീ എന്തിനാണ് ഈ കാട്ടിൽ കിടന്നിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്? നീ എൻ്റെ കൂടെ ലങ്കയിലേക്ക് വരൂ. നമുക്കവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നീ താപസവേഷത്തിൽ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീരാമനെ വിട്ടിട്ട് എൻ്റെ കൂടെ വരിക. രാവണൻ ഇപ്രകാരം പറയാൻ തുടങ്ങിയപ്പോൾ സീതാദേവി ചെവി പൊത്തിക്കൊണ്ട് ഇല്ലേ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. സീത പറഞ്ഞു, ഈ നക്ഷത്രങ്ങളോട് കൂടിയിട്ട് ആകാശം മുഴുവൻ താഴേക്ക് വീണോട്ടെ, ഈ ഭൂമി പൊട്ടിച്ചിതറി പൊക്കോട്ടെ, അഗ്നി വേണമെങ്കിൽ തണുപ്പുള്ളതായി മാറിക്കോട്ടെ, എന്നാലും ഞാൻ എൻ്റെ ഭവാനായിട്ടുള്ള ശ്രീരാമനെ കൈവിടുകയില്ല. കാട്ടാനത്തലവനെ ഉപേക്ഷിച്ചിട്ട് ആരെങ്കിലും പന്നിയുടെ പുറകെ പോവുമോ? പൂന്തേനും മുന്തിരിച്ചാറും കുടിച്ച കാമിനി കഞ്ചാവ് അന്വേഷിച്ച് ഏതെങ്കിലും വിടൻ്റെ പുറകെ പോകുമെന്ന് നീ കരുതുന്നുണ്ടോ? ഇത്രയും പറഞ്ഞുകൊണ്ട് സീതാദേവി തൻ്റെ ആശ്രമത്തിനുള്ളിലേക്ക് തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ച സമയത്ത് ദേഷ്യം കൊണ്ട് ശരീരം മുഴുവൻ വിറച്ച രാവണൻ അവളെ ചെന്ന് തടുത്തതിന് ശേഷം ബലമായിട്ട് അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ആകാശത്തേക്ക് ഉയരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് ജഡായു എന്ന് പറയുന്ന ഒരു കഴുകൻ അവൻ മരത്തിലിരുന്നു കൊണ്ട് രാമ രാമ എന്ന് നിലവിളിച്ചുകൊണ്ട് രാവണനാൽ അപഹരിക്കപ്പെട്ട് കൊണ്ടുപോകുന്ന സീതാദേവിയെ കണ്ടു. സൂര്യപുത്രനായിട്ടുള്ള ജഡായുസ് എന്ന് പറയുന്ന ആ കഴുകൻ അത് ദശരഥൻ്റെ സ്നേഹിതനായിരുന്നു. അവൻ്റെ സഹോദരനാണ് സമ്പാതി. സ്നേഹബന്ധം കൊണ്ട് തൻ്റെ സഹോദരനായിട്ടുള്ള ദശരഥൻ്റെ മരുമകളെ തട്ടിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ട് ജഡായു ചെന്നിട്ട് രാവണനെ തടയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. രാവണനെ ചെന്ന് തടഞ്ഞുകൊണ്ട് ആ ശക്തിമാനായിട്ടുള്ള കഴുകനായിട്ടുള്ള ജഡായു പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കെ ഇവളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കുകയില്ല. രാവണ, നിനക്ക് ജീവൻ വേണമെങ്കിൽ അവളെ
തിരിച്ച് ആശ്രമത്തിൽ കൊണ്ടാക്കിയിട്ട് പോകുന്നതാണ് നിനക്ക് നല്ലത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജഡായു നഖം കൊണ്ട് രാവണനെ മാന്തിപ്പറിക്കുകയും കൊക്കുകൊണ്ട് കൊത്തുകയും തൻ്റെ ശക്തിയേറിയ ചിറകുകൾ കൊണ്ട് രാവണനെ മർദ്ദിക്കുകയും ചെയ്തു. ജഡായുവിൻ്റെ മർദ്ദനമേറ്റ രാവണൻ ദേഷ്യം സഹിക്കാൻ വയ്യാതെ തൻ്റെ പ്രശസ്തമായിട്ടുള്ള വാളായിട്ടുള്ള ചന്ദ്രഹാസം എടുത്തിട്ട് ആ പക്ഷീന്ദ്രൻ്റെ 2 ചിറകുകളും അരിഞ്ഞു വീഴ്ത്തി. ചിറകുകൾ അറ്റ ജഡായു ഭൂമിയിലേക്ക് വീണുപോയി. ആ സമയത്ത് സീതയെ കൈകളിലെടുത്തുകൊണ്ട് രാവണൻ ലങ്കയിലേക്കാക്കി അതിവേഗത്തിൽ ആകാശത്തിലൂടെ പറന്നു പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. പറക്കുന്ന സമയത്ത് സീത തൻ്റെ കയ്യിലുള്ള ആഭരണങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് താഴേക്ക് ഊരി എറിയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിനോടൊപ്പം 5 വലിയ പർവ്വതങ്ങളിലായിട്ട് 5 വാനര വീരന്മാരിയ്ക്കുന്ന കണ്ടു. അവരുടെ ഇടയിലേക്ക് തൻ്റെ മഞ്ഞ ഉത്തരീയം അവൾ വലിച്ചെറിഞ്ഞു. ഉത്തരീയം വാനരന്മാരിയ്ക്കുന്ന ആ വലിയ പർവ്വതങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് വീഴുന്നത് ആ വാനരന്മാർ കണ്ടു. രാവണൻ ഒരു ഗന്ധർവനെ പോലെ അതിവേഗം ആകാശത്തിലൂടെ പറന്ന് ലങ്കയിൽ എത്തിച്ചേർന്നു. അതിമനോഹരമായിട്ടുള്ള വിശ്വകർമാവിനാൽ നിർമ്മിതമായിട്ടുള്ള ആ ലങ്ക രാജ്യത്തേക്ക് സീതയുമായിട്ട് രാവണൻ കടന്നു ചെന്നു. ഈ സമയത്ത് പൊന്മാനിനെ കൊന്നിട്ട് തിരിച്ച് ആശ്രമത്തിലേക്ക് വരുന്ന സമയത്ത് തന്നെ തിരക്കി വരുന്ന ലക്ഷ്മണനെ ശ്രീരാമൻ കണ്ടു. സീതയെ തനിച്ചാക്കിയിട്ട് നീ പോയത് ശരിയായില്ല ലക്ഷ്മണ എന്ന് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളും സീതാദേവി തന്നെ അവിടെ നിർത്താതെ വളരെ ദേഷ്യത്തോടു കൂടിയിട്ടും അപമാനിച്ചും പറഞ്ഞു വിട്ട കാര്യങ്ങളുമെല്ലാം ലക്ഷ്മണൻ രാമനോട് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ രാമൻ്റെ മനസ്സിൽ അതിയായിട്ടുള്ള ആധി കയറാൻ തുടങ്ങി. സീത ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവുമോ, അവൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണെന്ന് ഉള്ള ചിന്ത കാരണം ആധി പിടിച്ച മനസ്സുമായിട്ട് അവർ ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചോരയൊലിക്കുന്ന ഒരു കുന്നുപോലെ ഇരിക്കുന്ന ജഡായുവിനെയാണ് അവർ കണ്ടത്. അവൻ രാക്ഷസനെയാണെന്ന് വിചാരിച്ചിട്ട് ലക്ഷ്മണൻ അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു അസ്ത്രം വില്ലിൽ തൊടുത്തു. അവനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്യമത്തിലേക്ക് ഇറങ്ങി. ആ സമയത്ത് അവൻ വിളിച്ചു പറഞ്ഞു, രാമ ലക്ഷ്മണന്മാരെ, നിങ്ങൾക്ക് ശുഭം സംഭവിക്കട്ടെ. തങ്ങളെ പൂഴ്ത്തിക്കൊണ്ടിരിക്കുന്ന അവൻ രാക്ഷസനല്ല എന്ന് ഏതാണ്ട് ആ സമയത്ത് രാമലക്ഷ്മണന്മാർക്ക് ബോധ്യമായി. ജഡായു അവരോട് പറഞ്ഞു, നിങ്ങളുടെ അച്ഛനായിട്ടുള്ള ദശരഥൻ്റെ സുഹൃത്തായിട്ടുള്ള കഴുകരാജാവാണ് ഞാൻ. തങ്ങളുടെ അച്ഛൻ്റെ പേര് പറഞ്ഞിരിക്കുന്ന ഇവൻ ആരാണെന്നുള്ള ചോദ്യവുമായിട്ട് രാമലക്ഷ്മണന്മാർ അവൻ്റെ അടുത്തേക്ക് ചെന്നു. സീതയെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ട് ഞാൻ പരാജയപ്പെട്ടു. ഇത് പറയാൻ വേണ്ടിയിട്ട് മാത്രമേ ആ സമയത്ത് ജഡായുവിന് സാധിച്ചുള്ളൂ. ഏത് ദിക്കിലേക്കാണ് പോയത് എന്ന് ശ്രീരാമൻ ചോദിച്ചപ്പോൾ അതിനെ ഒന്ന് തലയിളക്കാൻ മാത്രമേ ജഡായുവിന് സാധിച്ചുള്ളൂ. ജഡായു ഉടനെ തന്നെ ജീവൻ വെടിയുകയും ചെയ്തു. പക്ഷീന്ദ്രൻ തല ഇളക്കി കാണിക്കുന്ന കണ്ടിട്ട് അത് തെക്ക് ദിക്കിലേക്കായിരിക്കുമെന്ന് ഏകദേശം ഒരു ധാരണയിലെത്തി. അവർ തങ്ങളുടെ പിതൃസുഹൃത്തായിട്ടുള്ള ജഡായുവിനെ വേണ്ട രീതിയിൽ ആദരിച്ച് അടക്കിയതിന് ശേഷം ആശ്രമത്തിലേക്ക് കിടന്നു. അവിടെ ചിതറിക്കിടക്കുന്ന ആശ്രമത്തിലെ പൂജാവസ്തുക്കളൊക്കെ കണ്ടിട്ട് അതീവ ദുഃഖിതനായിട്ടുള്ള ശ്രീരാമൻ ഹൃദയം തകർന്നുകൊണ്ട് ദണ്ഡകാരണ്യത്തിലൂടെ തെക്ക് ദിക്ക് ലക്ഷ്യമാക്കി അവരെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ആ മഹാവനത്തിലൂടെ രാമലക്ഷ്മണന്മാർ നടക്കുന്ന സമയത്ത് ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞപ്പോൾ മൃഗങ്ങളെല്ലാം ജീവനും കൊണ്ട് പരക്കം പായുന്ന കാഴ്ച അവർ കണ്ടു. ആ സമയത്ത് അവർ അപൂർവമായിട്ടുള്ള ഒരു സത്യത്തെയാണ് കണ്ടത്. ഉടനെ തന്നെ അവർ അപൂർവമായിട്ടുള്ള ഒരു ഭീകര സത്യത്തെയാണ് കണ്ടത്. നെഞ്ചത്ത് വലിയ കണ്ണുകളും വയറിൽ വലിയ പല്ല് നിറഞ്ഞ വായ്കളും അതിഭീകരമായിട്ടുള്ള രീതിയിലുള്ള നീണ്ട ബലിഷ്ഠമായിട്ടുള്ള കൈകളുമുള്ള ഒരു ഭീകര സത്യത്തെയാണ് അവർ കണ്ടത്. ആ ഭീകര സത്യം കബന്ധൻ എന്ന് പറയുന്ന ഒരു രാക്ഷസനായിരുന്നു. അവൻ അതിവേഗം അവരുടെ നേരെ വന്നിട്ട് കൈകൾ കൊണ്ട് ലക്ഷ്മണനെ പൊക്കിയെടുത്തിട്ട് വിഴുങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ആ കബന്ധൻ്റെ പിടിയിൽപ്പെട്ടിട്ട് ജ്യേഷ്ഠപത്നിയെയും നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ശ്രീരാമനോട് ലക്ഷ്മണൻ ആപത്ഘട്ടത്തിൽ അതിഭയങ്കരമായിട്ട് ദുഃഖിച്ച് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഭവാനെ, എൻ്റെ ദയനീയമായിട്ടുള്ള സ്ഥിതി നോക്കൂ. സീതാപഹരണം, ഈ വിപത്ത്, രാജ്യത്തിൻ്റെ നഷ്ടം, അതോടൊപ്പം തന്നെ വനവാസം, അച്ഛൻ്റെ മരണം, കഷ്ടം തന്നെ. ആ സമയത്ത് എല്ലാ കഷ്ടകാലങ്ങളും കൂടി ലക്ഷ്മണൻ്റെ തലയിലേക്ക് വന്ന് നിറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിനുശേഷം ലക്ഷ്മണൻ പറഞ്ഞു, അങ്ങേ അയോധ്യയുടെ രാജാവായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള യോഗം എനിക്കില്ലേ? ഞാൻ ഈ ഭീകര സത്യത്താൽ മരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ സമയത്ത് ശ്രീരാമൻ ധൈര്യത്തോടു കൂടിയിട്ട് പറഞ്ഞു, ഒടുവിൽ ലക്ഷ്മണ, നീ പേടിക്കണ്ട. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇവൻ ജീവനോടെ ഇരിക്കില്ല. നീ അവൻ്റെ വലത് കൈ വെട്ടിവീഴ്ത്തുക, ഇടത് കൈ ഞാനിതാ വെട്ടിവീഴ്ത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ തൻ്റെ വാളെടുത്തിട്ട് അവൻ്റെ വലത് കൈ എള്ളരിയുന്നത് പോലെ അരിഞ്ഞു എന്നാണ് പറയുന്നത്. ആ സമയത്ത് ലക്ഷ്മണൻ തൻ്റെയും വാളൂരി അവൻ തന്നെ പിടിച്ചിരിക്കുന്ന ഇടത് കൈ ലക്ഷ്മണനും അരിഞ്ഞു തള്ളി. പിന്നെ ലക്ഷ്മണൻ നല്ല ശക്തിയോട് കൂടിയിട്ട് അവൻ്റെ വയറിൽ ഒരു വെട്ടുകൊടുത്തു. ആ രാക്ഷസൻ്റെ ശരീരം പിളർന്നിട്ട് ആ കബന്ധൻ എന്ന് പറയുന്ന ആ രാക്ഷസൻ അവിടെ മരിച്ചു വീണു. ആ രാക്ഷസൻ അവിടെ മരിച്ചു വീണ സമയത്ത് അവിടെ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം നടന്നു. ആ ശരീരത്തിൽ നിന്നും ദിവ്യാകൃതിയുള്ള ഒരു ദേവൻ പുറത്തേക്ക് വന്നു. സൂര്യനെ പോലെ ജ്വലിക്കുന്ന അവനോട് രാമൻ ചോദിച്ചു, നീ ആരാണ്? ഉടനെ ഗന്ധർവൻ ഉത്തരം പറഞ്ഞു, ഞാൻ വിശ്വാവസു എന്ന് പറയുന്ന ഒരു ഗന്ധർവനാണ്. ബ്രാഹ്മണശാപ നിമിത്തമാണ് എനിക്ക്
ഈ സത്യത്തിൻ്റെ രൂപത്തിൽ ഇവിടെ കഴിയേണ്ടി വന്നത്. അങ്ങയുടെ ഭാര്യയായിട്ടുള്ള സീതയെ ലങ്കാധിപതനായിട്ടുള്ള രാവണനെയാണ് തട്ടിക്കൊണ്ടുപോയത്. ഭഗവാൻ ഈ വഴിക്ക് പോയിട്ട് സുഗ്രീവനെ കാണുക, വാനര രാജാവായിട്ടുള്ള അവൻ സീതയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങയെ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഗന്ധർവൻ വാനത്തിലേക്ക് ഉയർന്നുപോയി. ഇനി എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതുവരെ ക്ഷമയോടുകൂടിയിട്ട് കേട്ട എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു. നമസ്കാരം.